നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസയോഗം എന്ന 4-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യാഹ കുരു സത്തമാ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യജ്ഞശിഷ്ടാമൃതഭുജ യാന്തി ബ്രഹ്മ സനാതനം ന അയം ലോക അസ്തി അയജ്ഞസ്യ കുതഃ അന്യാഹ കുരു സത്തമ. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യജ്ഞശിഷ്ടാമൃതഭുജ സനാതനം ബ്രഹ്മ യാന്തി അയം ലോക അയജ്ഞസ്യ ന അസ്തി ഭോ കുരു സത്തമ കുതഃ അന്യാഹ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഭോ കുരുസത്തമ, അല്ലയോ കുരുസത്തമ, കുരുശ്രേഷ്ഠ എന്നർത്ഥം. യജ്ഞം ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന ആ വിശിഷ്ടമായ അന്നം ഭക്ഷിക്കുന്ന യോഗിവര്യൻ വിശിഷ്ടമായ നിത്യമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞം ചെയ്യാത്തവന് ഈ ലോകത്തിൽ ഒരു സുഖവും ലഭിക്കുകയില്ല. ഇഹലോകത്തിൽ ലഭിക്കാത്ത ഈ സുഖവും മോക്ഷവും പരലോകത്തിൽ എപ്രകാരമുണ്ടാകും? ഇതാകുന്നു കൃഷ്ണൻ്റെ സാരോപദേശം. നമസ്തേ.